പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. മഹത്വം, മഹത്വം. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഒരു നിമിഷം നിരവധി ആവശ്യങ്ങളുമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എത്തിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും യാതനകളും നമ്മുടെ നിയോഗങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ആത്മീയത പിഞ്ചെന്നുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമെന്നും പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിലേക്ക് കർത്താവെ അങ്ങയുടെ ശക്തി കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെയെല്ലാം ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുരിതങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കൃപാസനത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ശുശ്രൂഷകൾ, അതായത് 89-ലേക്ക് അച്ഛനെ കാണാൻ വരുന്നവർക്ക് ഇന്നത്തെ പോലെ ഒരു ടോക്കൺ കൊടുക്കുമായിരുന്നു. ഇന്ന് ആ ടോക്കണിൽ നിങ്ങളുടെ വിഷയവും ഒക്കെ എഴുതിയാ തരണത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് കിട്ടുന്ന ടോക്കണിൽ പല 107 സങ്കീർത്തനം എഴുതിയിട്ടുണ്ടാവും. 87, 88, 90 കൊടുക്കുന്ന ടോക്കണിൽ 2 എഴുതിയിട്ടുണ്ടാവും. ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് എനിക്ക് ഈ അഭിഷേകം തന്നപ്പോൾ 87 തന്നതാണ്. അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ റാലിയുമായി നമ്മൾ മാരാരിക്കുളം കടപ്പുറത്തെത്തിയപ്പോൾ ഞാൻ ആൾക്കാരെ നോക്കിയപ്പോൾ ഞാൻ ആപ്പാടെ വല്ലാത്തൊരു വിസ്മയത്തിലായി. കാര്യം ഞാൻ ആ പ്രദേശത്തായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ജോലി ചെയ്തത്. കടലിലുള്ള ആൾക്കാരെയൊക്കെ വള്ളമെല്ലാം വെഞ്ചരിക്കും. ആയിരക്കണക്കിന് വള്ളങ്ങൾ കടലിലുണ്ടാവും. അവരെല്ലാം ഒരുമിച്ച് കൂട്ടണം കൺവെൻഷന് വേണ്ടി.
ആ വെഞ്ചരിപ്പ് കഴിയുമ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം കടപ്പുറത്ത് നിൽക്കും. എന്നിട്ട് ഞാൻ കടപ്പുറത്ത് വന്ന് കടലോരത്ത് വന്ന് കൺവെൻഷൻ നടത്തും. അപ്പോൾ 10,000 തൊട്ട് 1.5 ലക്ഷം വരെയുള്ള ആൾക്കാർ ഓരോ ദിവസവും 5 ദിവസത്തെ കൺവെൻഷന് കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഞാൻ 2000 ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു അതിൻ്റെ ടൈം കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈശോ തന്നതാണ്, നീ ഇവിടെ അന്ന് 17 സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇവിടെ 8 കാറ്റാടി കമ്പ് വാങ്ങിച്ചിട്ട് 2 ടർപ്പോളം ഇട്ട് തുടങ്ങിയതാണ് ഇവിടെ ചെറിയൊരു ശുശ്രൂഷ 2000. എന്നിട്ട് 2024 ആയപ്പോൾ തന്നെ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചു. അതാണ് എൻ്റെ ഒരു ബലം. ഞാനിവിടെ വന്ന് തുടങ്ങുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പും ഇല്ല. നമ്മുടെ ശുശ്രൂഷകരെല്ലാം കടലോരത്തുള്ളവരാണ് അന്നുണ്ടായിരുന്നത്. അവർക്കിവിടെ ബസ് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. തുമ്പോളി വന്നതിന് ശേഷം, തുമ്പോളി എന്ന് പറഞ്ഞ് 4 കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട്. അവിടെ വന്നതിന് ശേഷം കിഴക്ക് വന്ന് പിന്നെ തുമ്പോളി എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട് നാഷണൽ ഹൈവേയിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ബസ്സിന് വരണമെങ്കിൽ 3 വണ്ടി കയറണം. അപ്പം അവരാരും ഇവിടെ വരത്തില്ല. പിന്നെ വരണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വരണം, നേരെ വരാം. ഓട്ടോറിക്ഷയ്ക്ക് 4 കിലോമീറ്റർ 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വരാം. അപ്പോൾ പാവപ്പെട്ടവരാരും ഓട്ടോറിക്ഷയ്ക്കൊന്നും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പിന്നെ ദൈവം പക്ഷേ സ്ഥലം തന്നത് ഇവിടെയാണ്. നമുക്കിവിടെ ആളുമില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ കുറവാണ്. ഒരു പള്ളിയുണ്ട് ഇവിടെ അടുത്ത്, 120 വീട്ടുകാരേ ഉള്ളൂ. അതും ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ചാർജും ഇല്ല. ഞാൻ ഒരു പള്ളിയിലിരിക്കുകയാണ് വികാരിയായിട്ട്. അപ്പോൾ ആൾക്കാരെല്ലാം വരുന്നവർ അവിടെ വരുന്നുണ്ട്, അവരൊക്കെ വരും. പക്ഷേ ഇവിടെ വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല. എന്തിനു വരണം ഇവിടെ? അച്ഛനവിടെ കാണാൻ പറ്റുമല്ല. അന്ന് അച്ഛന് ഓറിയൻറ്റഡ് ആയിരുന്നു ശുശ്രൂഷകളല്ല. അച്ഛനെ കാണാനാണ് ആൾക്കാർ വരുന്നത്. അപ്പം ദൈവം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ കുറച്ചുമ്പോൾ മരിച്ചു പോവില്ല, ആരാരും മരിച്ചു പോവില്ല. അപ്പം ശുശ്രൂഷ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശുശ്രൂഷകളുടെ ആകത്ത് 14 കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൈവം ഒരു സൈൻ ചെയ്ത് കൺകറൻസ് തന്ന് അമ്മ തന്നെ വന്ന് നേരിട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്ത്. അതാണ് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ. എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ പറയത്തില്ല, കാര്യം എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ പുറകിലാണ്. അല്ലല്ലോ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ അമ്മയെ കണ്ടത്. അല്ല, നിങ്ങൾ ജോസഫച്ചനെ അമ്മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നും പറയരുത്. എനിക്ക് പ്രത്യക്ഷപ്പെടണമെങ്കിൽ എൻ്റെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെടണ്ടേ. ഇത് സമൂഹ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ ആണ് ആരോ നിൽക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞപ്പോഴാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10:08. എനിക്ക് ആ പ്രത്യക്ഷീകരണത്തിലുള്ള ഭയങ്കരമായ കടുത്ത വിശ്വാസം എന്താണെന്നറിയാവോ? അതായത് നമ്മളൊരു മാതാവിനെ ജപമാലയും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ഉണ്ണീശനെ പിടിച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതാവിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, കളർ പോലും മോശമാണ്. എന്താണ്, സിൽവർ ഗ്രേയുടെ കളറാണ്. അപ്പോൾ ഈ കളറിൽ ഇങ്ങനെ സമയ ഘടികാരം ചാർത്തി, അത് ക്ലോക്ക് വിമല ഹൃദയമാണ് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത്. സഭയുടെ ഈ പ്രത്യക്ഷീകരണത്തിന് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ക്ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നിയമം, സഭാ നിയമം അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് അവിടെ വേറെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാനാണ്. വണങ്ങണത് ഇവിടെ വണങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള
വിമല ഹൃദയത്തിൻ്റെ രൂപമാണ്. പക്ഷേ കൃപാസന മാതാവിൻ്റെ ആകാര സൗഷ്ഠവത്തിലും നിറത്തിലുമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അമ്മ ഈ ബിംബത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊരു കൺകറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് 2004 അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാര്യം നടന്നായിരുന്നു ഇവിടെ. 2002 ഒരു മനുഷ്യൻ, അപ്പോൾ 2001 ഒരു മാതാവിൻ്റെ ഒരു നൊവേന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വടക്കേപ്പള്ളിയിൽ. അപ്പോൾ അന്ന് അവിടുത്തെ വികാരിയാണ്. അന്ന് 800 വീട്ടുകാരുണ്ട് അവിടെ, വലിയ ഇടവകയിലാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു നേതൃത്വത്തിലേക്ക്. ഇപ്പം അവിടെ 2 അച്ഛന്മാരുണ്ട്. അവിടെ വീണുപോയ ഒരു നൊവേനപ്പാടാണത്. വലിയ നൊവേനൊക്കെ നടന്നിരുന്നൊരു സ്ഥലമാണ് വടക്കിൽ. ഇപ്പം കുറേ പ്രവർത്തകർക്ക് അതിൻ്റെ ഇപ്പോഴും അവിടെ അന്ന് വന്നത് ഇവിടെ ഉണ്ട്. അപ്പോഴേ ആ നൊവേന ഞാൻ 2ാമത് റീസ്റ്റാർട്ട് ചെയ്ത്. മാതാവിൻ്റെ നൊവേന വീണു പോയതാണ്. അപ്പം അതുകൊണ്ട് വീണുപോയത് കൂടാരങ്ങളെ നിവർത്തി നിർത്തണത് കർത്താവിൻ്റെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. അതായത് പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നവനെന്നും മതിലുകൾ പണിയുന്നവനെന്നും നീ അറിയപ്പെടും എന്ന് ഐസയുടെ വചനങ്ങളിലൊക്കെ പലപ്പോഴും എനിക്ക് എൻ്റെ മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ച് വചനമെടുക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നതാണ് നീ എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെ, നമ്മളുടെ എനിക്ക് നിങ്ങളോട് തരാനുള്ള ഉപദേശം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പല ദുരിതങ്ങളുമായിട്ടിവിടെ വന്നിരിക്കുക അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതമേ മനുഷ്യനേ ഉള്ളൂ. എന്താണ് ദുരിതം? ദൈവത്തെ ആയിട്ടൊരു ബന്ധമില്ലാത്തതാണ് ദുരിതം. നമ്മുടെ മക്കളില്ല, ജോലിയില്ല, വീട്ടിൽ കലഹമാണ്, ഉടമ്പടി അതിർത്തി ഭാഗോടമ്പടി നടക്കണില്ല, പല ദുരിതങ്ങളാണ്. ഈ പല ദുരിതങ്ങളെ എല്ലാത്തിനും കൂടി ഒറ്റ ദുരിതമേ ഉള്ളൂ മനുഷ്യന്. എന്താ കാര്യം? ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ് ദുരിതം. ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ 1000 ദുരിതം ഒറ്റയടിക്ക് തീരും. അപ്പം ദൈവം എപ്പോഴും ശ്രമിക്കണത് നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ദുരിതം മാറാൻ വേണ്ടിയല്ല. നിങ്ങളുടെ പൊതു ദുരിതമായ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെ ചരട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനാണ്. അങ്ങനെ ദൈവത്തിനുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വന്നാൽ, എൻ്റെ മക്കളെ, ഭയങ്കര രസമാണ് ഈ ജീവിതം. ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എന്ത് വില കൊടുത്തും ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ വാഴ വെച്ചു, അത് കൊലക്കണേ കർത്താവെന്നും പറഞ്ഞിട്ടുണ്ട്, 6 മാസം പ്രാർത്ഥിച്ചു. അത് ഞാൻ തെറ്റ് പറയണില്ല. പക്ഷെ നിങ്ങൾ പ്രേയറിൽ ഇൻറ്റൻഷൻ വെക്കേണ്ടത്, ദൈവം ഉദ്ദേശിക്കണത് ദൈവത്തിന് നമ്മളൊന്ന് കമ്മ്യൂണിക്കബിൾ ആകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്ന് സംഭാഷിക്കാൻ പറ്റിയ ഒരാളായിട്ട് നീ മാറണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കത്തില്ല, സമ്മതിക്കത്തുമില്ല. ഭയങ്കര മൽപ്പിടുത്തവും മർക്കടമുട്ടിയുമാണ് ദൈവമായിട്ട്. ഇപ്പം ഇത് തന്നെ എന്താ സംബന്ധിച്ച പലരും ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയണത്, അവർ വല്ലപാടും 90 ദിവസം ഒന്ന് തികച്ചിട്ട് ആ കാര്യം നടന്നാലും നടന്നില്ലേലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് 40% ആൾക്കാർ ഉടമ്പടി എടുക്കും. അവരുടെ മനസ്സിരിപ്പെന്ന് പറയണത് വല്ലപാടും 90 ദിവസം തേക്കണം, അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ 5:30 എഴുന്നേക്കാൻ ആർക്ക് പറ്റും? അതാണ് വിഷയം. 5:30 എഴുന്നേക്കാൻ ആർക്ക് പറ്റും? അതുകൊണ്ട് വല്ലപാടും 90 ദിവസം ഒന്ന് തേച്ചാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാവില്ല. അതായിരിക്കും മനസ്സിരിക്കണത്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പം നിങ്ങൾ ഉദ്ദേശിക്കണ അതാണ്, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് ഇലക്കുമുള്ളും ദോഷമില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കണം, വല്ല അനുഗ്രഹം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കൊച്ചു മിനിമം പരിപാടിയാണ് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ളത്.
ദൈവത്തിനുള്ളത് അതല്ല. ദൈവം പറയണത് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം, നമ്മൾ തമ്മിലൊരു, ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ അറിയണം. ഞങ്ങളെപ്പോലുള്ളവരല്ല അതൊക്കെ പറഞ്ഞു തരേണ്ടത്. ദൈവം ഉദ്ദേശിക്കേണ്ടത് എനിക്ക് ഐ വാണ്ട് കണ്ടിന്യൂ ദിസ് റിലേഷൻ വിത്ത് യു. അതാണ് ദൈവം പറയണത്. എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ, ഈ ബന്ധം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾ പറയും, ഓ എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് മകളെ കെട്ടിച്ച് കിട്ടിയാൽ മതി എന്ന് പറയും. എൻ്റെ മകനെങ്ങാനും ഒന്ന് കാനഡയിൽ പോയാൽ മതി, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ തമ്മിൽ അധികം അടുക്കാൻ കൊള്ളുകയെന്ന് എനിക്കറിയാമെന്ന് പറയും. ഒരു സ്മോള് പോലും അടിക്കാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെ നിങ്ങളോട് അടുക്കണമെന്നാണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ ദൈവം പറയും, നീ സ്മോളൊക്കെ അടിക്കാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ എന്നെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 10 സ്മോൾ എടുത്തതിൻ്റെ വീര്യം കിട്ടും നിനക്ക്. അതാണ് ദൈവം. അതാണ് കാര്യം നമുക്ക് ചില ഊന്നുവടികളല്ലേ, ഊന്നുവടി പോയാൽ നമ്മൾ വീഴുമെന്നല്ലേ പറയണേ. അപ്പോൾ കർത്താവ് പറയും, ഇങ്ങനെ വെള്ളം അടിച്ചില്ലെങ്കിലും സിഗരറ്റ് വലിച്ചില്ലെങ്കിലും ഈ ഊന്നുവടിയൊന്നും ഇല്ലെങ്കിലും നിന്നെ നടത്താൻ എനിക്കറിയാം, നിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിലും നിന്നെ നിലനിർത്താൻ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ ആ പരീക്ഷണത്തൊന്നുമില്ല, ഞാനിപ്പോൾ വളരെ ഓക്കെയാണ്, കംഫർട്ടാണ്, ഞാൻ ജസ്റ്റ് മുളക്കെ അടിച്ച് കൂട്ടുകാരെ കണ്ട് മിനങ്ങി 2 പിക്നിക്കൊക്കെ പോയി 2 സിനിമയൊക്കെ കണ്ട് ഞാൻ ഓക്കെയാണ്, പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് വന്ന്, എനിക്ക് വല്ലപാടി ജോലിയൊന്നും കിട്ടി, അത്രയും എൻ്റെ പ്രശ്നം. അപ്പോൾ ഈ അത്രയും എൻ്റെ പ്രശ്നം ഉള്ളതെന്ന് നീ പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ജോലിയൊന്നും താ എന്നുള്ളതാണ് നിൻ്റെ പ്രശ്നം നീ പറയും. ഇത് പറയുമ്പോൾ ദൈവം ഓക്കെ, നിന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ജോലി ഞാൻ തരാം, നീ എങ്ങനെ സന്തോഷം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദൈവം ഒരു സ്നേഹമായത് കാരണം എനിക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, നല്ല കുറേ 4 വയസ്സ് മുതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും രീതികളും എല്ലാ ഇടപാടുകളും ദൈവം അതായത് അറ്റ കൈയൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ്. നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്ന്, വിശുദ്ധി ഉണ്ടാകണം, കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കണം എന്നുള്ള മിനിമം കാര്യമല്ലാതെ ദൈവം ആരുടെ മേലും വല്ലാത്തൊരു ഭാരം ഒന്നും ചുമത്തത്തില്ല. പിന്നെ ഭാരം ചുമത്തും, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത്തിരി ഭാരം ചുമത്തും. ഇപ്പോൾ എനിക്ക് കിഡ്നി ഡിസീസാണ്, എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന കാരണം ഞാൻ ഈ സാധനം സുഖപ്പെടാതിരിക്കാൻ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒക്കെ നിനക്ക് ഡിസീസ് ഉണ്ട്, നീ ഇത് വെച്ച് തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, നീ ഇത് വെച്ച് തന്നെ ശുശ്രൂഷ ചെയ്യേണ്ടത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു വിജയിച്ചത്. എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ദുഃഖം മാറ്റണം. ദുഃഖം മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ദുഃഖത്തെ ഫ്ലാറ്റായിട്ട് അങ്ങനെ ഇല്ലെന്ന് സബ്ലിമേറ്റ് ചെയ്തിടും. പറഞ്ഞു സങ്കല്പത്തിൻ്റെ സബ്ലിമേഷൻ നടക്കും ചിലർക്ക്, അങ്ങനെ ഇല്ല. ശ്രീബുദ്ധനൊക്കെ അങ്ങനെയുള്ള ആളാണ്. എന്നുവെച്ചാൽ ദുഃഖത്തെ അവർ അംഗീകരിക്കണില്ല, അവർ അതിനെ ജീവിതത്തിൻ്റെ ഒരു ഈ ജീവിതത്തിൻ്റെ വേറെ ഒരു സൈദ്ധാന്തികമായ ലെവലിൽ ആശയപരമായിട്ടാണ് അതിനെ പ്രായോഗികമായിട്ടല്ല ദുഃഖത്തെ സമീപിക്കുന്നത്, ആശയപരമായിട്ടാണ് ദുഃഖത്തെ സമീപിക്കുന്നത്. അപ്പോൾ ദുഃഖമെന്ന് പറയുന്ന സംഭവം നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ വേറെ ദുഃഖമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് ഈ ലോകത്തൊന്നും ഇല്ല. നമുക്ക് സന്തോഷം കുറേ ഉണ്ട് ഈ ലോകത്ത്. എല്ലാ തരത്തിലും മക്കളെ ജനിപ്പിക്കുന്ന സന്തോഷമാണ്, കുഞ്ഞുങ്ങളെ പോറ്റണ സന്തോഷമാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണ സന്തോഷമാണ്, പരീക്ഷ ജയിക്കണ സന്തോഷമാണ്, മിഠായി തിന്നണ സന്തോഷമാണ്, ഭക്ഷണം കഴിക്കണ സന്തോഷമാണ്, അല്ലേ, നല്ല ഉടുപ്പിടണ സന്തോഷമാണ്. മുഴുവൻ സന്തോഷമേ ഉള്ളതിൻ്റെ അകത്ത്. അത് പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ദുഃഖം വരും. അപ്പോൾ ഒരു 50-50 ശരിക്കും, അല്ലാതെ ദുഃഖം മാത്രമല്ല. നരകം പിടിച്ച ജീവിതത്തിൽ ഇതിൻ്റെ അകത്ത് സന്തോഷം ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ അറ്റാക്ക് അടിക്കാതെ നിൽക്കുന്നത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. വിവാഹം സന്തോഷമല്ല, അതുകൊണ്ടല്ലേ ആൾക്കാർ ആഘോഷമാക്കുന്നത്. ആഘോഷമാക്കുന്ന എല്ലാ വിഷയത്തിലും സന്തോഷമുണ്ട്. പക്ഷേ ഈ ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. എന്നിട്ട് ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രായോഗികമായ ഒരു നിലപാടിലാണ് യേശു അവസാനം എത്തിച്ചേർന്നത്. ദുഃഖത്തെ വേദനയെ ആഘോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആക്കിയെടുത്ത്. ദുഃഖത്തിന് ദൈവം ഒരു പ്രത്യേക ലക്ഷ്യം കൊടുത്തു. ഇപ്പം കൃപാസനത്തിൽ അങ്ങനെയല്ലേ, ഇപ്പം ക്ലേശം വന്നാൽ, കുരിശ് വന്നാൽ, അപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് കർത്താവ് കുരിശിനെ എടുത്ത് അന്ന് നിലനിന്നിരുന്ന ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ക്ലേശത്തിൻ്റെ, ദുരിതത്തിൻ്റെ ഒരു ഭാഗം അടയാളമായിട്ട് കുരിശിനെ എടുത്തു. എന്നിട്ട് കുരിശിനെ എന്ത് ചെയ്ത് പിതാവിൻ്റെ പേരിൽ കുരിശിനെ അക്സെപ്റ്റ് ചെയ്ത്. നമ്മൾ കുരിശിനെ റിജക്റ്റ് ചെയ്യല്ലേ ചെയ്യണത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടുന്ന് തള്ളിക്കളയും. അപ്പോൾ ഈശോ മാത്രമാണ് കുരിശിനെ റിജക്റ്റ് ചെയ്യാതെ എടുത്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എടുത്തത്? ഈ കുരിശിൽ മുഴുവനും കൃപയുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. എല്ലാ കുരിശിൻ്റെ അകത്തിലും കൃപയെന്നും പറഞ്ഞ്, ഇപ്പം കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഓഫ് ഗോഡാണ്. ഈ പവർ ഓഫ് ഗോഡ് സന്തോഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത് കൃപയില്ലല്ലോ. സന്തോഷത്തിൽ കൃപയില്ല. അത് ബ്ലെസ്സിങ്സ് അല്ലേ, അനുഗ്രഹം എന്ന് പറയും. സന്തോഷത്തെ എവിടുന്നാണ് പറയണത്? ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതികമായ ആനുകൂല്യങ്ങളെന്ന് പറയും നമ്മൾ. ഈ ഭൗതികമായ ആനുകൂല്യങ്ങൾ ബോഡി ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ വീട്, ജോലി, വിവാഹം, മക്കൾ, പ്രൊമോഷൻ, PR, അതെല്ലാം ബോഡി ഓറിയൻറ്റഡ് ആണ് സാധനമാണ്. അതിനെല്ലാം നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും. ബോഡി എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. ബോഡി എപ്പോൾ വേണമെങ്കിലും തീരാം. ബോഡിക്കുള്ള കുഴപ്പം അതാ. ബോഡി എത്ര ആരോഗ്യവാന്മാരായാലും ചിലപ്പോൾ പെട്ടെന്ന് ബോഡിയുടെ കപ്പാസിറ്റി തീരും. എല്ലാവരും വിചാരിക്കുന്നത് ബോഡി ഇങ്ങനെ നിലനിൽക്കും, സന്തോഷം നിലനിൽക്കും എന്നാണല്ല. ഈ രോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം തന്നെ. രോഗങ്ങൾ വരുമ്പോൾ തന്നെ ഓർക്കുക, ഇത് ബോഡിയിലാണ് നമ്മൾ ഫീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സുഖപ്പെട്ടാലും നാളെ വേറെ രോഗങ്ങൾ വരാം. കരുത് ബോഡിയിലല്ലേ. ഇപ്പോൾ ബോഡിയായപ്പോൾ ബോഡിക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അവസാനം നെറ്റ് ബാലൻസിൽ ഇച്ഛാഭംഗങ്ങളുണ്ടാകും. ബോഡിക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഈശോ ബോഡിക്ക് പ്രാധാന്യം കൊടുക്കാഞ്ഞ കാരണം ഈ ബോഡി കൊണ്ട് മനുഷ്യൻ്റെ ക്ലേശങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു പരിഹാരമെന്ന രീതി എങ്ങനെ ബലിയാക്കി കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് കൃപയായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എങ്ങനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയും പ്രാർത്ഥനയുമായിരുന്നു ഈശോ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൃപയുടെ പ്രശ്നം അത് ബ്ലെസ്സിങ് അല്ല. മിന്നൽ പോലെ വന്ന് പൊലിഞ്ഞു പുയർത്തിയിരുന്ന് പിന്നെ ഇരുട്ട് കയറണതാണ് ബ്ലെസ്സിങ്സ്. മിന്നലില്ലേ, മിന്നൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചമാണ് മിന്നൽ. പിന്നെ ഇരുട്ടാണ്. അതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം. ഒരു സന്തോഷമുണ്ടായി, ആ സന്തോഷം പെട്ടെന്ന് തീരും. ഏതെങ്കിലും നിലനിൽക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നിത്യസന്തോഷം എന്നുള്ള വേറെ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിത്യസന്തോഷം, അതിന് കൃപയെന്ന് പറയും. അനുദിന സന്തോഷത്തെക്കാളുപരി നിത്യസന്തോഷം. ഈ കൃപ നമുക്ക് വരുമ്പോൾ അത് നല്ല ഹൈലി വാല്യൂബിളായത് കാരണം, നിത്യതയോളം നിലനിൽക്കുന്ന കാരണം. ഇപ്പം ഞാൻ തന്നെ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി. എന്താ കാരണം? നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുമ്പോഴൊക്കെ ചിലർ അതിനെതിരെ പറയുമ്പോൾ അങ്ങനെയാണാ എല്ലാവരും വിശ്വസിക്കും. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? പക്ഷെ വിശ്വസിച്ചിട്ടെങ്കിൽ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഗതികേട് വരുമ്പോൾ ആൾക്കാർ പറയും, അത് കാര്യമില്ല, ഞാൻ ഉടമ്പടി എടുത്ത് 2 പുതുക്കിയാണ്, ഇപ്പം ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണല്ലോ, അത്രയല്ല ഉടമ്പടി. അപ്പം പിന്നെ ഉഴപ്പും. കാര്യം എപ്പോഴും നമുക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയമാണ്. നമുക്ക് വിശ്വാസം ഡിസ്റ്റർബ് ചെയ്യാതെ
ഒരു നോൺ ഡിസ്റ്റർബൻ ഏരിയ വിശ്വാസത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം ദൈവം നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ദൈവം പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഗതികേട്. ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദൈവം പറയും നീ ആ പറയണതിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. അപ്പോൾ എന്താണ് വിശ്വാസമില്ലാത്തത്? എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്രയും നാൾ നിൻ്റെ പുറകെ നടക്കണത്. അതൊക്കെ ശരിയാണ്. നിനക്ക് ടെസ്റ്റ് വന്നാൽ നീ അപ്പം തന്നെ നീ ഇട്ടച്ചും പോകുമെന്ന് പറയും. അതുകൊണ്ടാണ് അതിജീവിത വിശ്വാസം എന്ന് പറഞ്ഞ് വേറൊരു ടേബിള്, വേറെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് അതിജീവിത വിശ്വാസം. ഈ വിശ്വാസത്തിലുള്ളവരിൽ കുറച്ച് പേര് ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന പറഞ്ഞേ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പൊ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം. അപ്പം സ്വർണം കാച്ചിയെടുത്ത സ്വർണത്തിന് ഊതിക്കാച്ചിയ പൊന്ന് അതിനൊരു മൂല്യമുണ്ട്. ഊതിക്കാച്ചിയ പൊന്നിനേക്കാൾ മൂല്യമുള്ളത് എന്താണ്? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അതാണ് അതിജീവിത വിശ്വാസം. അത് കേവല വിശ്വാസമല്ല. വിശ്വാസത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10 പേർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ഈ 10 പേർക്കും ടെസ്റ്റ് കൊടുക്കും. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത വിഷയങ്ങളുണ്ടാകും. നിൻ്റെ പ്രാർത്ഥന തന്നെ കേൾക്കാത്ത അവസ്ഥകളുണ്ടാകും. നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും പ്രാർത്ഥനയോടെ പുലർന്നു പോയിട്ടും നിനക്കതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം ശോധന ചെയ്യും. അപ്പോൾ കുറച്ച് പേര് പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണ എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പ്രാർത്ഥനക്കാർ അവിടെ നിന്ന് സ്കൂട്ടാവും. മനസ്സിലായില്ലേ? കുറച്ച് പേര് വണ്ടി വിടും. പ്രാർത്ഥന നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ലേ, ഇവിടെ ചകണം വരെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ല വിചാരിച്ചുകൊണ്ട് അവർ വളരെ പ്രാക്ടിക്കലാവും. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരങ്ങനെ ആവശ്യമില്ലാതെ ദൈവത്തോട് അടുക്കുകയോ അടുത്ത് വന്ന് പണി മേടിക്കുകയോ ഒന്നും ചെയ്തത്. വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരാണ് അവർ. ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും അവരില്ല. പിന്നെ വല്ല അവസാന ഞായറാഴ്ചയൊക്കെ കുരുത്തോല കൊടുക്കാൻ നേരത്ത് എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഓല മേടിക്കാൻ പോകും. ആ ഓല മേടിക്കാൻ പോയി അവർ ഓലയും കൊണ്ട് വീട്ടിലൊന്നും പോരത്തില്ല. ആ ഓല കൊണ്ടുപോയി മരിച്ചവരുടെ പെടയ്ക്ക് കുടുക്കിടും അവർ. നമ്മൾ ഈ അവസാന ഞായറാഴ്ച എന്താ ചെയ്യണത്? എല്ലാ അപ്പം ചത്തുപോയ എല്ലാ അപ്പന്മാരുടെ കുരിശിൽ ഈ ഓശാനയുടെ ഓല കൊണ്ട് കുടുക്കിട്ടിട്ടുണ്ടാവും. അവരത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൻ്റെ പെടലേക്ക് പണ്ടേ അപ്പനെ കുടുക്കിട്ടാണ് കൊന്നത്. ഓശാന ഞായറാഴ്ചയുടെ കുടുക്കും കൂടി അവൻ്റെ പെടലേക്ക് വെച്ച് കൊടുത്തിട്ട് അവർ സ്കൂട്ടാവിടുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത പരീക്ഷത്തൊന്നും അവർ പോകത്തില്ല. അവരങ്ങനെ അടിച്ചു പൊളിച്ച് സുന്ദരമായിട്ട് ജീവിക്കും. ഒരു കാലത്ത് മരിച്ചും പോകും. അപ്പോൾ എനിക്കതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? ഞാൻ ഈ പിണമെടുക്കും 1700 പിണമെടുത്തിട്ടുണ്ട്. 38 കൊല്ലത്തിനുള്ളിൽ പിണമെടുക്കാൻ ചെല്ലുമ്പോൾ ചില സമയത്ത് ഈശോ പറയും ഈ പണ്ടാരത്തിനിട്ട് ഒരു പ്രാർത്ഥന ചെയ്യാൻ നിൻ്റെ പെടരക്കടി അടിക്കും എന്ന് പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും, ഒത്തിരി പേര് വലിയ നാട്ടിലെ പ്രമാണിയ ആരെങ്കിലുമൊക്കെ ഇരിക്കും. പക്ഷേ കർത്താവ് പറയും ഈ പണ്ടാരത്തിനൊരു സ്വർഗസ്ഥനായ വിധാനങ്ങളും ചെല്ലിയ നിൻ്റെ പട്ടം ഞാൻ പിടിക്കുമെന്ന് പറയും. അപ്പം ഞാൻ മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞു കപ്പേൻ്റെ കാശ് കിട്ടണമല്ല, കപ്പേര് ഇല്ലുകളാൻ പറയും. അപ്പം കപ്പേര് അവിടെ മഹിമ 7 വരുവിൻ തന്നെ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞപ്പോൾ ആടി പ്രാർത്ഥിച്ച് പുള്ളിയെ ഒരു പരുവത്തിലാക്കി എടുത്തുകൊണ്ട് പോരും. കുഴിക്ക വരെ മിണ്ടത്തില്ല ഞാൻ. എന്താ സാധനം? ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചതാണ്. എന്നിട്ടിപ്പോൾ 12 പിള്ള ദർശനവും മറ്റുള്ള എല്ലാ ബന്ധവും പരിചയമുള്ള അച്ഛന്മാരെ എല്ലാം കാറ് കൊടുത്ത് വിളിച്ചിട്ട് ഒരു ഘോഷയാത്രയൊക്കെ നടത്തി പാവത്തൻ നാട്ടുകാരുടെ കണ്ണി പൊടി വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുക ഞൊട്ടു എന്ന് പറയും ദൈവം. അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്കുള്ളൊരു വരവ് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് അഗ്നിശോധന ചെയ്യും. അഗ്നിശോധന എന്ന് പറയുമ്പോൾ
ചില പറയില്ലേ, ഞാൻ കുഞ്ഞുനാൾ മുതലേ കർത്താവിനോട് പറയണതാണ് എനിക്ക് വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണം. 4 വയസ്സ് തൊട്ട് ഞാൻ പറയാം, എൻ്റെ അപ്പൻ്റെ വെള്ളവടി കണ്ട് കണ്ട് ഞാൻ ജീവിതം മടുത്ത്, എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് ഞാൻ ജീവിതം വെറുത്ത്, എനിക്ക് ആകപ്പാടെ ഒന്നേ കർത്താവിനോട് പറയുള്ളൂ, നീ ജോലി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വെള്ളമടിക്കാത്ത ഒരു അധികാരം തരണമെന്ന് പറയും. അപ്പം നമ്മൾ 3-ാം വരുമ്പോഴും മധ്യസ്ഥം വരുമ്പോഴും ചവറ വിവാഹ ബ്യൂറോയിൽ ചെല്ലുമ്പോഴും പറയും അവൻ വെള്ളമടിക്കാത്തവരാണെന്ന് ചോദിക്കാൻ പറയും. അപ്പം നമ്മളെന്താ, അവന് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളമടിക്കാതിരുന്നാൽ മതി. അപ്പം വെള്ളമാരായി നിനക്ക് ദൈവമായി. മനസ്സിലായില്ലേ? ആൾക്കാർ പെൺപിള്ളേർ ചെന്ന് ഇരന്ന് പണി മേടിക്കണ വിധവ എന്താ വരുവാണ്, നമ്മളെ തിരക്കണ എന്താണ്, അവൻ വെള്ളമടിക്കാത്തവനാണോ? അപ്പോൾ എന്താ എൻ്റെ അർത്ഥം എന്താണ്, അവന് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ അതൊന്നും അവൾക്ക് പ്രശ്നമില്ല, വെള്ളമടിക്കാത്തവല്ലേ ആയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ, അവളുടെ ദൈവം വെള്ളമടിക്കാത്ത ഭർത്താവാണ്. അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെസക വന്ന പോലെ. അപ്പം നിനക്കൊരു വിശ്വാസമുണ്ട്, അതിജീവിതയാണ് നീ. അതിജീവിത എന്ന് പറയുന്നത് എന്താണ്, ആധ്യാത്മിക ജീവിതത്തിൽ അതിജീവിതയുണ്ട്, അതിൽ അതിജീവിതനുണ്ട്. എന്താ കാര്യം, ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ വന്നിട്ടും ദൈവത്തെ ഉപേക്ഷിക്കാതെ, വിശ്വാസം തളരാതെ അതിജീവിച്ച ആൾക്കാരാണ്. അതാണ് ഈശോ പറയണത്. 1 പത്രോസ് 1:7 പറയണം. ഒന്നൊരു വായിച്ചത്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന പറഞ്ഞ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ വിലയേറിയ വിശ്വാസമാണ്. വിലയേറിയ വിശ്വാസം. വിശ്വാസത്തിലാണ് ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പം നിങ്ങൾ ഓർക്കും, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി അടിച്ച പോലെ. 2 കേട്ടിട്ടുണ്ട് 3 കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് 4 എന്ന് പറഞ്ഞ് അവസാനം എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വീഴും. അതുപോലെ നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ എന്ത് കേട്ടിരിക്കണത്? വിശ്വാസം തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അതിജീവിത വിശ്വാസം എന്ന് പറയും. അപ്പോസ്തലന്മാർ ഓരോ തരത്തിലാണ് പറയണത്. അപ്പോസ്തലന്മാർ ഒരാൾ പറയും, പോള് പറയും, വിശ്വാസം പറയുമ്പോൾ പോള് പറയും, വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അത് ഹെബ്രായർ 11:1 പറയും. എന്താണ് വിശ്വാസം? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അവ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അപ്പം അങ്ങനെ ഒരു അത് മെറ്റീരിയൽ ഫെയ്ത്താണ്. നമ്മൾ എന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ല ഉടമ്പടി പിന്നെയും നമ്മളെ പുതുക്കണത്. തെറ്റല്ലത്. പ്രത്യാശ ഇപ്പോൾ ഉടമ്പടി എബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം എന്നത് എന്ന് പറഞ്ഞേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. അപ്പം വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ആൾക്കാർ 7 പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കുന്നത്. എന്താ കാര്യം? എൻ്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവ് എൻ്റെ അടുത്ത് വരണ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും? മണവാളം വരാൻ വൈകുമ്പോൾ സ്വാഭാവികം നമുക്ക് വരാൻ സാധ്യതയുള്ള എന്താണ്? ഉറക്കമാണ്. ഉടമ്പടിയിൽ ഉറക്കമുണ്ട്. അത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 25:5. മണവാളൻ വരാൻ വൈകി എന്ന് പറഞ്ഞാൽ മണവാളം വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ എത്രയാണ്? മത്തായി എത്രയാണ്? 25:5. അതിൽ പറഞ്ഞ് മണവാളൻ വരാൻ വൈകി
ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ ഇരുന്നുറങ്ങിയെന്നേ, ഇപ്പം കിടന്നുപോയി പാവത്തങ്ങൾ. തലയോടുകൂടില്ലാതെ വായും പിടിച്ച് കുറുക്കം പിടിച്ച് അത് ഉറങ്ങി. എന്താ കാര്യം? മണവാളം വന്നില്ല, വേറൊരാൾ വരും. ആരാണത്? ഉറക്കം. അതാണ് സംഭവം. അതല്ലേ ബൈബിൾ എന്ത് കറക്റ്റാണ്. 25:5 മണവാളം വന്നില്ല, പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും. അതാരാണ്? ഉറക്കം. ശൈത്യം, ആധ്യാത്മിക ശൈത്യം. ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കം എന്ന് പറയണത്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റിക്കാണ് ഈ പറയണത് ഉറക്കമെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കമാണെന്നറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥന എത്ര മണിക്ക് നടന്നെന്ന് ചോദിച്ചാൽ മതി. ആദ്യം 5:30 എഴുന്നേക്കും, പിന്നെ 6 മണിക്ക് എഴുന്നേക്കും, പിന്നെ 7 മണിക്ക് എഴുന്നേക്കും. അപ്പം ചെടുത്തി ഉറക്കമായി. കാര്യം എന്താണ്? മണവാളം വരാൻ വൈകി. അപ്പം ഈ മണവാളം വരാൻ വൈകിയെന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ. എല്ലാ വിഷയത്തിനുമല്ല, ചില വിഷയങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ 6 വിഷയം വെച്ചില്ലേ? 6 വിഷയം എന്താ വെക്കാൻ കാര്യം? 6 കൽപ്പരണി ഉള്ളത് കൊണ്ട് ഉടമ്പടി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് 6 എന്ന് പറഞ്ഞ്. കാര്യം എന്താണ്? 6 കൊല്ലം കൊണ്ട് 6 ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയെ സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ ദിവസങ്ങളാണ് 6. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടി ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് 6 എന്നാണ്. അതാണ് 6 കൽപ്പരണി. ഒന്നുമില്ലായ്മ എന്ന് 6 കൽപ്പരണി. അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം. ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ്. ഇത് ആദ്യത്തെ കാലമാണ്, 6ാമത്തെ ദിവസം. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയുക? ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണേ. ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നു. എന്താണ്? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നു. അപ്പോൾ ഒരു രൂപവുമില്ല, ഒരു ഭാവവുമില്ല. ഭൂമി പിന്നെ എന്താണ്? ശുദ്ധശൂന്യമായിരുന്നു. പിന്നെ എന്ത് ചെയ്ത്? ആഴത്തിൻ്റെ മീതെ, അന്ധകാരത്തിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു. അപ്പം അതുണ്ടാ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത്. പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോണതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് അവ്വ ചെയ്തതിന് പകരം മറ്റൊരു അവ്വായെ ദൈവം സൃഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയായിട്ട്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഇസ്രായേൽ സമൂഹത്തെ, ഉടമ്പടി സമൂഹത്തെ നീ വാർത്തെടുക്കുന്നതിന് നന്ദി പറയുന്നു. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ.